ദൈവകൃപയിൽ അവൻ വഴികളറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. നല്ല പാട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിപ്പാൻ തക്കോണം ഇടയായി തീരട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ബലവും സന്തോഷവും അനുഗ്രഹവും. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. ആരാണ് സങ്കീർത്തനം വായിക്കുന്നത്? ഉറക്കെ വായിക്കുക. 27-ാമത്തെ സങ്കീർത്തനം, Psalms 27 ആണ് ഇന്ന് നാം വായിക്കുന്നത്. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം അരുളണമേ. എന്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എന്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ തള്ളിക്കളയരുതേ. എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവേൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവേൻ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. നല്ല സങ്കീർത്തനം. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. വായിച്ച മുക്കാട്ടിൽ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 1-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ചില 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ അതിനകത്ത് എടുത്ത് ഒന്നുകൂടെ വായിക്കുന്നേ ഉള്ളൂ. അതിന്റെ 8-ാമത്തെ വാക്യം, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തുവാനൊക്കെ വേണ്ടിയായിത്തീരും. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിപ്പിൻ ലഭിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 10-ാമത്തെ വാക്യം വായിച്ചുവല്ലോ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ ഭൂമിയിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന് നാം ഓർത്തുകൊള്ളണം. അവസാന വാക്യം വായിച്ച് നിർത്തി എങ്ങനെയാണ്? യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രത്യാശ യഹോവയിൽ തന്നെ ആയിരിക്കുന്നതക്കോണം ഇടയായി തീരട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതൊക്കെ ഇടയായി തീരും. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഈ പുതിയ മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒരുമിച്ച് പ്രകാരം കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കട്ടെ. ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 മാസത്തോളമായി നമ്മളെല്ലാവരും എല്ലാ ദിവസവും തന്നെ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്ന് ഒരുമിച്ച് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു, വചനം കേൾക്കുന്നു. ചുരുക്കമായിട്ടാണെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമാണ്. ആ കേട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് ചുരുക്കമായിട്ടൊന്ന് കടന്നു വന്നിട്ട് ഇന്ന് വലിയ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കേണ്ടതായിട്ട് പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം.
നമ്മൾ അനേക കാര്യങ്ങൾ ഈ ഭൂമിയിൽ മറ്റുള്ളവരോട് പരസ്യപ്പെടുത്താറുണ്ട്. ഒരു പുതിയ TV കണ്ടു കഴിഞ്ഞാൽ, ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മൊബൈല് ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫോണ് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരോട്, വീട്ടുകാരോടൊക്കെ നാം പറയും, നമ്മുടെ സ്നേഹിതന്മാരോട് പറയും, ഇത് നല്ലതാണ്, നല്ല വില കുറഞ്ഞതാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നൊക്കെയും പറഞ്ഞ് നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി അഡ്വർടൈസ് ചെയ്യാറുണ്ട്. ആ കമ്പനി അറിയുന്നില്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ വാട്സപ്പിൽ കൂടെ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് തോന്നും നല്ലതാണെന്നുള്ള ചിന്തയിൽ ഉൾക്കൊണ്ട് ഇത് 4 പേർ അറിയട്ടെ, നല്ല കാര്യമാണ്. ഒരു തമാശ, ഒരു സിനിമാ പരസ്യം, ഒരു മാർക്കറ്റിലെ ഏതെങ്കിലും കാര്യങ്ങൾ, കൊറോണയുടെ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെതായ ലേറ്റസ്റ്റ് ന്യൂസുകൾ. ഇന്ന് പ്രത്യേകിച്ച് ന്യൂസൊക്കെ കണ്ട് ചാനൽ മാറ്റി കണ്ട് എല്ലാവരും ഓരോ ന്യൂസിനെ കുറിച്ചുള്ള ഡോക്ടറേറ്റ് ഡിഗ്രി വരെ എടുത്തു. അതുപോലെ ഏത് കാര്യം ചോദിച്ചാൽ അറിയത്തക്ക രീതിയിൽ നല്ല ജ്ഞാനമാണ്. അത് പരസ്യപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നതൊക്കെ ഇടയായിത്തീരുന്നു. എന്നാൽ നമ്മുടെ നിത്യതയിലെ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വചനം, സുവിശേഷം, ആത്മീയ കാര്യങ്ങൾ നാം എത്രമാത്രം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇത് ആ കുടുംബത്തിന് നല്ലതാണ്, ഇത് എന്റെ സ്നേഹിതൻ കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നാം എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മെ ശോധന ചെയ്യുവാൻ കൊമ്പടിയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന സമയങ്ങള്, പകല് കഴിഞ്ഞ് രാത്രിയായി ചില സ്ഥലങ്ങളിൽ കണ്ണിന് ഉറക്കം വരും. കണ്ണിന് ഉറക്കം വന്നു കഴിഞ്ഞാൽ ചെവി തന്നെത്താനെ അടഞ്ഞു പോകും. അതുകൊണ്ട് കണ്ണ് തുറന്ന് ചിരിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കാൻ കൊമ്പടിയായി തീരട്ടെ. കണ്ണും തുറന്ന് ചെവിയും തുറന്നിരിക്കുന്നുവെങ്കിൽ ദൈവവചനം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കണ്ടു ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. യേശു മധ്യാകാശത്ത് കടന്നു വരും. അതിനുശേഷം 7 വർഷം ഈ ഭൂമിയിൽ ആന്റിക്രൈസ്റ്റ് ഭരിക്കും. അതിനുശേഷം 1000 വർഷം ഈ ഭൂമിയിൽ ദൈവം രാജാവായിട്ട് വാഴും. അതിനുശേഷം അന്ത്യ ന്യായവിധി ഉണ്ടായിരിക്കും. ആ ന്യായവിധിയുടെ ദിവസത്തില് ഓരോരുത്തരോടും അവരവര് ഈ ഭൂമി ചെയ്ത കാര്യത്തിന് തക്കതായ വിഷയത്തിന്റെ പുറത്ത് ന്യായം വിധിക്കുമെന്ന് നാം കാണുവാനൊക്കെ കൊമ്പടിയായി തീർന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ചില വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് വായിച്ചിട്ട് പോവാൻ കൊമ്പടിയായി തീരട്ടെ. 2 കൊരിന്ത്യർ 5:10, വെളിപ്പാട് പുസ്തകം 20:15. ഹല്ലേലൂയ, സ്തോത്രം. വചനം വായിക്കുന്നത് നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒന്നുകൂടെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, വായിപ്പിക്കുന്നതേ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. എല്ലാവരും, നമ്മൾ ആരാണ്, എത്ര വിദ്യാഭ്യാസമുണ്ടോ, ഏത് കുടുംബത്തിലാണ്, ഏത് രാജ്യത്തുകാരാണോ, ഏത് നാഷണാലിറ്റി ആണോ വിഷയമല്ല, എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഇടപെട്ടതായ ആ വാക്യമാണ് വെളിപ്പാട് പുസ്തകം 20:15 വാക്യം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതൊരു വാർത്തയാണ്, ഇതൊരു വലിയ കാര്യമാണ്, ബൈബിൾ വാക്യമാണ്, യേശു പറഞ്ഞതാണ്. അപ്പൊ ഇത് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ സംഭവമാണല്ലോ നടക്കാൻ പോകുന്നത്. ഈ സംഭവം 4 പേരോട് പറയണം, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കുടുംബക്കാരോട് പറയണം. പിതാവേ, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ തീപ്പൊയ്കയിൽ തള്ളിയിടും. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ആ പുസ്തകം എവിടെയാണ്? ആരാണ് പേരെഴുതുന്നത്? അതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? അതൊക്കെ അറിയണമെങ്കിൽ ബൈബിൾ വായിപ്പാൻ കൊമ്പടിയായി തീരണം. അങ്ങനെ ബൈബിൾ വായിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്നോട് ഒരു ആള് ബ്രെയിൻ വാഷ് ചെയ്യുകയോ ഒരാൾ എന്നോട് സുവിശേഷം പറയുകയോ ചെയ്തല്ല. ബൈബിൾ വായിച്ച് ഒരു ദൈവ പൈതലായി തീർന്നോണം എനിക്ക് ഇടയായി തീർന്നു. അതുപോലെയുള്ള വേറൊരു സംഭവമാണ് യേശു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3:3. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ യഹൂദ പ്രമാണിയായ വ്യക്തിയോട് യേശു പറഞ്ഞ ഒരു കാര്യമാണ് യോഹന്നാൻ 3:3.
യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. യേശു ഉറപ്പിച്ച് പറയുന്ന വിഷയമാണ് ആമേൻ ആമേൻ എന്ന് 2 പ്രാവശ്യം പറയുകയാണ് ചെയ്യുന്നത്. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടുമുള്ള കാര്യമാണ്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. അവന്റെ പേരിനാ നീ എന്നുള്ള പേര്, അവന്റെ പേര് നിക്കോദിമോസ്. ആ പേരിന്റെ സ്ഥാനത്ത് നമ്മുടെ പേര് വെച്ചിട്ട് പറയാ, ആമീൻ ആമീൻ തോമസേ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നിനക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. ഏത് വ്യക്തിയാണെങ്കിലും ഒരിക്കലും ഈ ഭൂമി ജനിച്ച വ്യക്തി വീണ്ടും ഒന്നുകൂടെ ജനിക്കണമെന്നാണ് യേശു പറഞ്ഞത്. ഇല്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് ബഹ്റിനിൽ നിന്ന് പോയി കണ്ടാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി കണ്ടാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. എന്നാൽ അവിടെ വന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ യേശു പറയുകയാണ് വീണ്ടും ജനിക്കണമെന്ന്, ബോൺ അഗെയിൻ ആയി തീരണമെന്ന്. ഇതൊരു വാർത്തയാണല്ലോ. ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് നിനക്കറിയാവോ എന്ന് ചോദിച്ചിട്ട് ഈ വാർത്തയൊക്കെ, ഇങ്ങനെയുള്ള വാർത്തകൾ, ബൈബിളിലെ ഏതെങ്കിലും കാര്യങ്ങൾ നാം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, നമ്മോട് ഇടപെടുമ്പോൾ അത് 10 പേരെ അറിയിക്കുന്നതാണ് സുവിശേഷം. അതിനകത്ത് ആരാണ് അടങ്ങിയിരിക്കുന്നത്? യേശു. യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് സുവിശേഷം, നല്ല വിശേഷം. ഇതാണ് ഗുഡ് ന്യൂസ്, നല്ല ന്യൂസ്, നല്ല വിശേഷം. ആ നല്ല വിശേഷമാവുന്ന യേശുവിന്റെ വാർത്തകള് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്കമുടിയായി തീരണം. വീണ്ടും നാം പറഞ്ഞു, ഹല്ലേലൂയ, പാപികൾക്ക് ആണ് ഒരു രക്ഷകന്റെ ആവശ്യമുള്ളത്. ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. പാപിയാണ് എങ്കിൽ നിനക്കൊരു രക്ഷകനെ ആവശ്യമാണ്. നീ പാപി അല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് യേശുവിന്റെ ആവശ്യമില്ല. നീ സ്വർഗത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈ ഭൂമി ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 3:21 പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഈ ഭൂമി ജനിച്ചിട്ടുള്ള എല്ലാവരും പാപികളാണ്. ഞാനും പാപിയാണ്, നിങ്ങളും പാപിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യക്തിയെ കണ്ടിട്ട് നീ പാപിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. റോമർ 3:23 ആരെങ്കിലും എടുത്തെങ്കിലും വായിക്കാം. ഹല്ലേലൂയ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും മത പണ്ഡിതന്റെ സീനിയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, അവരും പാപിയാണ്. ജഡത്തിൽ ജീവിക്കുന്ന എല്ലാവരും പാപികളാണ്. എന്നാല് ആ പാപത്തിൽ നിന്ന് വിടുതല പ്രാപിക്കാനായിട്ട് ഏറ്റവും ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണ്? മാനസാന്തരപ്പെടണം. അതാണ് ലാസ്റ്റ് നമ്മൾ കണ്ടിച്ച്, റിപ്പന്റ് ചെയ്യണം. ആ റിപ്പന്റ് ചെയ്യണമെന്ന് ആദ്യമേ ജനങ്ങളോട്, പരീശന്മാരോട്, യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ കാര്യം മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കവടിയായി തീരും. അത് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്, അറിയുന്നത് നല്ലതാണ്. മാനസാന്തരപ്പെടണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരപ്പെടുവിൻ. സർപ്പസന്തതികളെ, പാമ്പും കുഞ്ഞുങ്ങളെ, പിശാചിന്റെ മക്കളെ എന്നാണ് അവരെ വിളിച്ചത്. കാരണം പിശാചിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ, സൃഷ്ടി മുതൽ, ആദാം മുതൽ. കാരണം ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിശാചിന്റെ മക്കളായി തീർന്നു. പിശാചിന്റെ മക്കളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും ജനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മകനായി തീരുന്നത്. നാം മാനസാന്തരപ്പെടുമ്പോൾ വീണ്ടും ജനിപ്പാൻ നോക്കുമ്പോഴായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില നല്ല അവസ്ഥകൾ, ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് അറിയുന്നത് നല്ലതാണ്. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല, പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ആദ്യത്തെ ഉപദേശം, പത്രോസ് ലീഗ ആദ്യം പറഞ്ഞത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-37 വാക്യം വായിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചതിന് ശേഷം ഏറ്റവും ആദ്യമേ പറഞ്ഞ പ്രസംഗം, അതിനകത്തുള്ള ആദ്യത്തെ ഉപദേശം മാനസാന്തരപ്പെടണം എന്നുള്ളതായിരുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഈ വാക്യം പ്രത്യേകം അറിഞ്ഞുകൊള്ളണം. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ യേശുവിനെ കർത്താവായിട്ട്, ക്രിസ്തുവായിട്ട് നാം സ്വീകരിക്കണം, ഇടയായി തീരണം. 37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു?
ഇപ്പൊ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയോട് കൂടിക്കൊണ്ട് ദാഹത്തോടെ നാം കേൾക്കുകയാണ് എങ്കിൽ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അപ്പൊ പത്രോസ് പറഞ്ഞ കാര്യം എന്താണ്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അത് മാനസാന്തരമാണ് ആദ്യം പറഞ്ഞത്, റിപ്പന്റ് ചെയ്യണമെന്ന്. അങ്ങനെ റിപ്പന്റ് ചെയ്ത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ സഭയോട് ചേർന്നവർ എത്ര പേരായിരുന്നു? അതിന്റെ 41-ാമത്തെ വാക്യം വായിച്ചേ. ആ അധ്യായത്തിൽ ആ ചെറിയൊരു മീറ്റിംഗില്, ചെറിയൊരു പ്രസംഗത്തില് എത്ര പേരാണ് പരീശന്മാര്, യഹൂദന്മാര് യേശുവിന്റെ സഭയിലേക്ക് ചേർന്നത്? അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു ഒറ്റ പ്രസംഗത്തില്. അത് കഴിഞ്ഞുള്ള അടുത്ത പ്രസംഗത്തിലോ 5000 പേര് ചേരുവന്ന കോമഡിയായി തീർന്നു. അങ്ങനെയാണ് സഭ വളർന്നത്. ദൈവത്തിന്റെ സഭ ലോകത്തിൽ വളർന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു റിലീജിയൻ അല്ല, ഒരു ഡിനോമിനേഷൻ അല്ല, ദൈവത്തിന്റെ സഭ. അതാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. അപ്പോ റിപ്പന്റ് ചെയ്യുക എന്നുള്ളതാണ്, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ വിഷയം ഒരു മനുഷ്യന്റെ ജീവിതത്തില്, ഒരു വ്യക്തിയുടെ ജീവിതത്തില്. അത് ഇവര് പറഞ്ഞു മാത്രമല്ല, യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4:17. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ച ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈബിളിലെ മെസ്സേജ് എന്ന് പറയുന്നത് സെയിം മെസ്സേജ് ആണ്. അന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇന്നും മെസ്സേജ്. മെസ്സേജ് വളരെ സിമ്പിളാണ്. എന്നാൽ ഒത്തിരി ആൾക്കാർ ഡോക്ടറേറ്റ് ഡിഗ്രിയും PhD ഒക്കെ എടുത്തിട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒത്തിരി സംസാരിക്കും, പകുതി പേർക്ക് പിടികിട്ടത്തുമില്ല. സുവിശേഷം വളരെ സിമ്പിളാണ്. സ്വർഗത്തിൽ പോകാനുള്ള വഴി വളരെ സിമ്പിളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിശാച് അത് കേൾക്കാതിരിക്കുവാനായിട്ട്, അറിയാതിരിക്കുവാനായിട്ട് കാതുകളെയും ഹൃദയങ്ങളെയും കുരുടാക്കി വെച്ചിരിക്കുന്നത്. യേശു പ്രസംഗിച്ചത് എന്താണ്? മത്തായി 4:17. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകണം, പാപത്തിൽ നിന്ന് വിടുതൽ വേണം, പാപത്തെ വിട്ട് അകലുക എന്ന് മാനസാന്തരപ്പെടുവാനായിട്ട് യേശു പ്രസംഗിച്ചു തുടങ്ങി. അങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇന്ന് ആരോടാണ് മാനസാന്തരപ്പെടേണ്ടത്? ആരോടാണ്? ഒരു റിലീജിയന്റെ മേലധ്യക്ഷനോടാണോ, പുരോഹിതനോടാണോ, പാസ്റ്ററിനോടാണോ, അല്ലെങ്കിൽ റബ്ബിയോടാണോ, റബ്ബായിയോടാണോ മാനസാന്തരപ്പെടേണ്ടത്? 1 യോഹന്നാൻ 1:9 പറയുന്നുണ്ട്, ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയാവുള്ളൂ. ഞാൻ പാപിയാണോ എന്നുള്ള റിയൽ ആയിട്ടുള്ള വിഷയം, നീ പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ദൈവത്തിന് അറിയാവുള്ളൂ. ആ ദൈവത്തോട് വേണം നാം മാനസാന്തരപ്പെടേണ്ടതായിട്ട്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:9 അത് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ, നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അതിന് നീ വേണ്ടിയിട്ട് നീ ഒരു മല കയറണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഒരു യാഗവും അടുപ്പിക്കണ്ട, കാളയെ കൊല്ലണ്ട, ആടിനെ കൊല്ലണ്ട, ഒന്നും ചെയ്യണ്ട, നേർച്ച കാഴ്ചകൾ ഒന്നും വേണ്ട. നീ പാപം ചെയ്തു എന്നുള്ളത് നിനക്ക് ബോധമുണ്ട്, നീ പാപിയാണെങ്കിൽ നീ യേശുവോട് പറയണം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട്, പാപം ക്ഷമിക്കുവാനായിട്ടുള്ള അധികാരം യേശുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ, അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ, ദൈവത്തിന് ക്ഷമിക്കുവാൻ പറ്റാത്തതായ ഒരു പാപവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നാം മാനസാന്തരപ്പെടുമ്പോൾ, യേശുവിനോട് പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ, യേശുവേ എന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതായ ആ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നമ്മൾ യേശുവിനോട് പാപം ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്ന വിഷയം എന്താണ്? യേശുവിനോട് പാപം ഏറ്റു പറഞ്ഞ്, യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ എന്നുള്ള ആ സിമ്പിൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പൊസിഷൻ ചേഞ്ച് വന്ന കോമഡിയായി തീരും. നിന്റെ സ്റ്റാറ്റസ് മാറും. എന്താ സ്റ്റാറ്റസ് മാറുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്ന പോലെ ദൈവത്തിന്റെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ കോമഡിയായി തീരും. അപ്പൊ അതുവരെ ആരാണ്? പിശാചിന്റെ മകളാണ്. ഭൂമി ജനിച്ചിട്ടുള്ള എല്ലാവരും പിശാചിന്റെ മക്കളാണ്. കാരണം പിശാച് തെറ്റിച്ചുകൊണ്ട് പോയി. എന്നാൽ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് യേശുവിനെ വെൽക്കം ചെയ്യുമ്പോൾ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥാ വ്യത്യാസം നാം നല്ലവണ്ണം അറിയട്ടെ. യോഹന്നാൻ 1:12 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന അധികാരം എന്താണ്?
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആമേൻ. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആരായി തീരും? ദൈവമക്കളാകുന്നു. ദൈവത്തിന്റെ മകളായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ സഭയിൽ നാം അംഗമായി തീർന്നു. അങ്ങനെ സഭയിൽ അംഗമാക്കി തീർക്കുന്ന ആരാണ്? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:47 വായിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ പേര് അനേക സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാം, അനേക സഭകളിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കാം. ഇത് ദൈവസഭയിൽ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് തന്റെ സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവാണ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം തോറും സഭയോട്, ദൈവസഭയോട്, ഈ ഭൂമിയിലുള്ള സഭയല്ല, ദൈവത്തിന്റെ സഭയോട് ചേർക്കുന്ന ആരാണ്? കർത്താവ്. ആരെയാണ് ചേർക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ. ഹല്ലേലൂയ. അവരുടെ പേരെവിടെ ഉണ്ടായിരിക്കും? കർത്താവ് പേരെഴുതുകയാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തില്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ യു ആർ ഔട്ട്. അതിൽ തീക്കകത്തേക്ക് പോകേണ്ടതായിട്ട് കടന്നു വരും. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം, യേശുവിനെ വിശ്വസിക്കണം. യേശുവിനെ വിശ്വസിച്ച് ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറയുമ്പോൾ യേശു കടന്നു വരികയും നാം ദൈവത്തിന്റെ മകനായി തീരുന്നു, നാം ബോൺ അഗെയിൻ ആയി തീരുന്നു. എല്ലാം ഒറ്റ സമയത്ത് നടക്കും. നാം ബോൺ അഗെയിൻ ആയി തീരുന്നു. ഹല്ലേലൂയ. സഹോദരാ, ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് പേരെഴുതും, ദൈവസഭയിലെ മെമ്പറാക്കി തീർക്കുകയും ചെയ്യും. അതാണ് വലിയ പ്രവൃത്തി ദൈവം ചെയ്യുന്നത്. ഇതിനെ ആധികാരികമായിട്ട് പറയുന്നത്, രക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു വാക്യമുണ്ട്. മത്തായിയുടെ റോമാലേഖനം 10:9, 10, 11 വാക്യം വായിക്കാം. സമയമായി നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 10:9 യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ വായുകൊണ്ട് ഏറ്റുപറയണം, യേശു എന്റെ കർത്താവാണ് എന്ന്. അത് സിമ്പിളാ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന. അപ്പൊ ഹൃദയത്തിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ടല്ല, വായു കൊണ്ട് പറയണം യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ആ കാര്യം വിശ്വസിക്കണം. ക്രൂശിൽ മരിച്ചു, എന്റെ പാപത്തെ വഹിച്ചു എന്ന് വിശ്വസിച്ചിട്ട് യേശു എന്റെ കർത്താവാണ് എന്ന് അതരം കൊണ്ട് പറയണം. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ മകനായി തീർന്നു. 10:11 വായിച്ചേ. 11 അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അവന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. നമ്മളെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം, കർത്താവിനെ ഹൃദയത്തിലേക്ക് വെൽക്കം ചെയ്യണം, മാനസാന്തരപ്പെടണം. നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ഇതാണ് സുവിശേഷം, ഇതാണ് സത്യം, ഇതാണ് സമ്മറി. സുവിശേഷം ബൈബിള് ഒരു നട്ഷലിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളു കാര്യം. അപ്പൊ ഈ കേട്ട വചനങ്ങള് മതം മാറ്റുന്ന വിഷയമല്ല, ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലാണ്. നാം പലരും പല രീതിയിലുള്ള എന്നെ കേൾക്കുന്നവര് ദൈവത്തില് വിശ്വസിക്കുന്ന ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ പാപം ചെയ്ത് ഏതെങ്കിലും കാരണത്താല് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ നമ്മള് ദൈവത്തിന്റെ ബുക്കിൽ പേരെഴുതുന്നു, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് മുഖാന്തരം നാം ലജ്ജിപ്പാൻ ഒരു കാരണവശാലും ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഇത് സമയമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സമയമാണ്. ആ ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ട് അടുത്തിരിക്കുന്ന ആളിനെ നോക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. യാദൃച്ഛികമായിട്ടല്ല നാം ദൈവത്തിന്റെ മുമ്പിൽ നിന്നായിരിക്കുന്നത് ഈ ശബ്ദം കേൾക്കുന്നത്. നമ്മളെല്ലാവരും പാപികളാണ്. ചിലപ്പോൾ ഒരിക്കല് യേശുവിനെ അറിഞ്ഞവരായിരിക്കാം. ഇന്ന് നാം യേശുവിൽ ഉണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഇപ്പോൾ ഇന്ന് നീ മരിച്ചാല് നാം കിടക്കാൻ പോയി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കില് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം ദൈവം തന്നു. ഇനി ഒരു വചനം ശുശ്രൂഷിപ്പാനായിട്ട് എന്നെ കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുമോ, നിങ്ങളോട് പറയുവാൻ എനിക്ക് അവസരം ഉണ്ടാകുമോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് ദൈവത്തിന് അറിയാമുള്ളൂ. എന്ന് കണ്ണുകളെ അടയ്ക്കാം, ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. യേശുവേ, ഹല്ലേലൂയ, പാപിയാണ്, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പാപിയാണ്, എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. യേശു എന്റെ പാപത്തിനായിട്ട് കാൽവരി കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എങ്കിൽ അതിനും കൊണ്ട് പറയാം നമുക്ക് യേശു എന്റെ കർത്താവാണ് എന്ന്. യേശുവെ ഞാൻ പറയുന്നത് ഏറ്റുപറയുക. ഹല്ലേലൂയ. യേശുവെ അങ്ങ് എന്റെ കർത്താവാണ്.
എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്റെ ഹൃദയത്തിലേക്ക് എന്റെ രക്ഷകനായിട്ട് കടന്നു വരണമേ. പരിശുദ്ധാത്മാവെ എന്റെ ഹൃദയത്തിൽ വസിക്കണമേ. എന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമായിട്ട് എന്നെ ഏൽപ്പിച്ചു തരുന്നു. ഇന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൺട്രോൾ ചെയ്യണമേ. എന്നെ സ്വർഗത്തിൽ എത്തിക്കുവാൻ എന്നെ ഇടയാക്കി തീർക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമൂലം കേൾക്കുമാറാണമേ. ആരെങ്കിലും ഈ പ്രാർത്ഥന ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. നിങ്ങൾ വലിയ ബോണഗേനായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ. രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഈ സമയത്ത് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തില് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം വായിക്കുവാന്, പഠിക്കുവാന്, കേൾക്കുവാന്, അതനുസരിപ്പന്തക്കോണം ഞങ്ങളെ എല്ലാവരെയും കർത്താവെ ഒന്ന് ഇടയാക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ഈ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തെ സേവിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി അവനെ മാത്രം അനുസരിച്ച് ജീവിപ്പന്തക്കോണം കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഇന്നു മുതൽ ശരീരത്തിലെ രോഗമുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തില്. കുടുംബ പ്രശ്നമുള്ളവർക്ക് കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാറി സമാധാനം കടന്നു വരട്ടെ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തില്. ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തില്. കാരണം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഞങ്ങളുടെ ശരീരത്തില് രോഗത്തിന് വലിയ അവകാശമില്ല, ബന്ധനങ്ങൾക്ക് അവകാശമില്ല. ഏതെങ്കിലും വിഷ്ക്രാഫ്റ്റിന്റെ പ്രവർത്തനങ്ങള്, മന്ത്രവാദത്തിന്റെ അവസ്ഥകള്, ശക്തികൾ ഞങ്ങളുടെ മേല് ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം. If the son sets free, you are free indeed. കർത്താവ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കാല് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവെ. മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിപ്പാനായിട്ടും നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി തീർന്നോണം. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരനാക്കുമെന്നുള്ള ദൈവശബ്ദം കേൾപ്പന്നോണം ഞങ്ങളെ എല്ലാവരെയും കർത്താവ് ഇടയാക്കി തീർത്തിരിക്കാല് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം